ഇപ്പോൾ കളിക്കാവിള കൊലപാതക കേസിലെ പ്രതി അമ്പിളിയെ സ്റ്റേഷനിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഓക്കെ പ്രതിയെ കളിക്കാവിള സ്റ്റേഷനിലേക്കാണ് കൊണ്ടുവരുന്നത്. തുടർന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. അമ്പിളി എന്ന സജികുമാർ, ഇയാളാണ് ആ ക്രൂരകൃത്യം നടത്തിയത്. ഇപ്പോൾ കളിക്കാവിള പോലീസ് സ്റ്റേഷനിൽ നിന്നും അഞ്ജു ജയപ്രകാശ് ചേരുന്നു. അഞ്ജു, പ്രതിയെ എപ്പോഴാകും മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുക? സേതു, അല്പസമയത്തിനകം തന്നെ പ്രതിയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. ഇന്ന് രാവിലെ മുതലേ കൃത്യമായി നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ മൊഴി മാറ്റിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് പോലീസ് കൃത്യമായിട്ടുള്ള തെളിവുകൾ ഉൾപ്പെടെ കണ്ടെത്തിയത്. കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ആയുധം, ഒപ്പം തന്നെ രക്തക്കറ പുരണ്ട വസ്ത്രത്തിന്റെ പകുതി ഭാഗം ഉൾപ്പെടെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഈ കൊല്ലപ്പെട്ട ദീപു 7.5 ലക്ഷം രൂപയുമായി മണ്ണുമാന്തി യന്ത്രം വാങ്ങാൻ ഈ തമിഴ്നാട്ടിലേക്ക് പോകുന്ന വിവരം അമ്പിളി അറിഞ്ഞതോടുകൂടിയാണ് ഈ കൊലപാതകത്തിന്റെ ആസൂത്രണത്തിന് കുറിക്കുന്നത്. ദീപുവിൽ നിന്ന് തന്നെയാണ് അടുത്ത സുഹൃത്തായ അമ്പിളി ഇക്കാര്യം അറിയുന്നത്. തുടർന്ന് സുഹൃത്തായ പാറശാല സ്വദേശി സുനിലുമായി ഒരു മദ്യപാനത്തിനിടെയാണ് ഇക്കാര്യം പങ്കുവെക്കുന്നതും തുടർന്ന് കൊലപാതകത്തിനുള്ള ആസൂത്രണം ഉൾപ്പെടെ നടത്തുന്നതും ഈ കൃത്യമായിട്ടുള്ള കൊല എങ്ങനെ നടത്തണമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് ഉൾപ്പെടെ. അങ്ങനെയാണ് തെർമോക്കോൾ മുറിക്കാൻ ഉപയോഗിക്കുന്ന കട്ടർ ബ്ലേഡ്, ക്ലോറോഫോം ഉൾപ്പെടെ സുനിലാണ് ഈ അമ്പിളിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ തമിഴ്നാട്ടിലേക്ക് പണവുമായി ഒറ്റയ്ക്ക് പോകേണ്ട, താനും വരാമെന്ന് അമ്പിളി അങ്ങനെ ദീപുവിനോട് പറയുകയാണ് ചെയ്തത്. ഇതുപ്രകാരമാണ് കളിക്കാവിളിയിൽ വെച്ച് അമ്പിളി ദീപുവിൻ്റെ കാറിൽ കയറുന്നത് ഉൾപ്പെടെ സംഭവിച്ചത്. ഈ പിൻ സീറ്റിലായിരുന്നു ഈ അമ്പിളി കയറിയത്. ശേഷം ഡ്രൈവർ സീറ്റിലിരുന്ന ദീപുവിനെ ക്ലോറോഫോം ഉപയോഗിച്ച് ആദ്യം ബോധം കെടുത്തി. തുടർന്നാണ് ഈ ബ്ലേഡ് ഉപയോഗിച്ച് മാരകമായി കഴുത്തിൽ മുറിവേൽപ്പിക്കുന്നത്. ഏകദേശം 70% കഴുത്തിൽ മുറിവേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ തന്നെ രക്ഷപ്പെടുത്താൻ കളിക്കാവിളയിൽ തൻ്റെ സുഹൃത്തായിട്ടുള്ള ഈ അമ്പിളിയുടെ സുഹൃത്തായിട്ടുള്ള സുനിൽ എത്തിച്ചേരുമെന്നായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത്. എന്നാൽ അതുപ്രകാരം സുനിൽ എത്തിച്ചേർന്നില്ല എന്നും പോലീസിന് അമ്പിളി മൊഴി നൽകിയിട്ടുണ്ടായിരുന്നു. സുനിൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുകയാണ് ചെയ്തത്. അതിനെ തുടർന്നാണ് പിന്നീട് സുനിൽ തൊട്ടടുത്തുള്ള മെഡിക്കൽ ഷോപ്പിലെത്തി അമ്പിളി അവിടെ നിന്ന് ജീവനക്കാരൻ്റെ ഫോൺ വാങ്ങി തൻ്റെ ഭാര്യയെ ഉൾപ്പെടെ വിളിക്കുകയും അതിനുശേഷം ഈ നേരത്തെ ഈ കാറിലുണ്ടായിരുന്ന പണം മുഴുവൻ എടുത്ത് അമ്പിളിയുടെ മലയത്തെ വീട്ടിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തത്. ഇത് ഉൾപ്പെടെ പോലീസിന് ഇപ്പോൾ അമ്പിളി മൊഴി നൽകിയിട്ടുണ്ട്. ഈ മൊഴി ആദ്യം ഈ ഘട്ടത്തിൽ ഇങ്ങനെ ആയിരുന്നില്ല നൽകിയിട്ടുണ്ടായിരുന്നത്. പലതവണ മാറ്റി പറഞ്ഞ് പോലീസിനെ വട്ടം കറയ്ക്കുന്ന സമീപനമായിരുന്നു ഈ പ്രതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് പോലീസ് കൃത്യമായ തെളിവുകളടക്കം കണ്ടെത്തി നിരത്തിയപ്പോഴാണ് പല കാര്യങ്ങളും അമ്പിളി സമ്മതിക്കുക തന്നെ ചെയ്തത്. എന്തായാലും നിലവിൽ ഇപ്പോൾ കളിക്കാവിള സ്റ്റേഷനിൽ പ്രതിയെ എത്തിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുമെന്നാണ്. കൂട്ടുപ്രതി സുനിലിനെ കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിച്ചിട്ടുണ്ടോ പോലീസിന്? ഒളിവിലാണെന്നുള്ള വിവരമാണ് പോലീസിന് ലഭിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിനായിട്ടുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. പ്രതിക്കായി കൂട്ടുപ്രതിയായിട്ടുള്ള സുനിലിനായി തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ടെന്നുള്ള വിവരമാണ് നിലവിൽ പോലീസ് വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. നെയ്യാറ്റിങ്കര, പാറശാല ഉൾപ്പെടെയുള്ള പല ഭാഗങ്ങളിലായിട്ടാണ് തെരച്ചിൽ നടത്തുന്നത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ നിലവിൽ ഈ അമ്പിളി എന്ന പ്രതിയാണ് നിലവിൽ ഇപ്പോൾ പോലീസിന്റെ പക്കലുള്ള കൂട്ടുപ്രതി സുനിലിനായി തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ടെന്നുള്ള വിവരമാണ് പോലീസ് പങ്കുവെക്കുന്നത്. അഞ്ജു, ഇന്നിപ്പോൾ ഈ മരിച്ച വ്യക്തി ദീപുവിൻ്റെ ഭാര്യ അടക്കം സ്റ്റേഷനിൽ എത്തിച്ച് ഒരു ചോദ്യം ചെയ്യലൊക്കെ നടത്തിയിരുന്നല്ലോ. അപ്പോൾ അവരിൽ നിന്ന് എന്തെങ്കിലും ഒരു ലീഡിലേക്കൊക്കെ എത്താൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടോ? എന്തെങ്കിലും ഈ മരണത്തിന് അല്ലെങ്കിൽ കൊലപാതകത്തിന് മുൻപ് ഏതെങ്കിലും തരത്തിൽ ഈ ദീപു എന്തെങ്കിലും വീട്ടിൽ സംസാരിക്കുകയോ എന്തെങ്കിലും അസ്വാഭാവികത തോന്നുകയോ എന്തെങ്കിലും ചെയ്തതായിട്ട് ഇവർ മൊഴി നൽകിയിട്ടുണ്ടോ?
അതായത് സേതു, ഇത് കൃത്യമായിട്ട് ഈ അമ്പിളി എന്ന് പറഞ്ഞിട്ടുള്ള സുഹൃത്ത് ദീപുവിൻ്റെ ഏറെ കാലത്തായിട്ടുള്ള സുഹൃത്താണ്. ആ വിശ്വാസം മുതലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ അമ്പിളി ഇത്തരത്തിലൊരു കൊലപാതകം നടത്തിയിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇത്തരത്തിലൊരു വിവരം പണവുമായി പോകുന്നു എന്ന വിവരം അമ്പിളി അറിഞ്ഞ ഉടൻ തന്നെ അത് മദ്യപാന സദസ്സിനിടയിൽ അമ്പിളിയുടെ സുഹൃത്തായിട്ടുള്ള സുനിലിനെ വിവരം അറിയിക്കുകയും അങ്ങനെ കൃത്യമായ ഒരു പ്ലാനിലൂടെ ആ പണം എങ്ങനെ കൈക്കലാക്കാം എന്നത് മാത്രമായിരുന്നു ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. അതിനനുസരിച്ച് ദീപുവിനോട് താനും ഒരുമിച്ച് വരാം, ഒറ്റയ്ക്ക് പോകണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായി ഈ ആസൂത്രണം നടത്തി കൊലയിലേക്ക് എങ്ങനെ എത്തി എന്നുള്ളത് കൃത്യമായ മൊഴി അമ്പിളി പോലീസിന് നൽകിയിട്ടുണ്ട്. പക്ഷേ ആദ്യഘട്ടത്തിലൊന്നും ഈ അമ്പിളി മൊഴി കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് അമ്പിളിയുടെ ഭാര്യയെ ചോദ്യം ചെയ്തപ്പോൾ ഉൾപ്പെടെയാണ് ഈ പണം ഉൾപ്പെടെയുള്ള കാര്യം വീട്ടിലുണ്ടെന്നുള്ളതും മറ്റ് പല കാര്യങ്ങളും പുറത്തേക്ക് എത്തിയത്. അതിനാൽ ഒരുപക്ഷെ ചിലപ്പോൾ അമ്പിളിയുടെ ഭാര്യയെ ഉൾപ്പെടെ പ്രതി ചേർക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. കാരണം പിന്നെ ഭാര്യ ഉൾപ്പെടെ ഈ കാര്യങ്ങൾ ആദ്യഘട്ടത്തിൽ ചോദിച്ചപ്പോൾ തുറന്നു പറയാൻ തയ്യാറായിട്ടില്ലെങ്കിലും പിന്നീട് ചോദ്യം ചെയ്തപ്പോഴാണ് ഇത് കൃത്യമായി പണം വീട്ടിലുണ്ടെന്നും എത്ര ലക്ഷം വീട്ടിലുണ്ടെന്നും ഉൾപ്പെടെയുള്ള കാര്യം പോലീസിന് മൊഴിയായിട്ട് നൽകിയത്. അതിനാൽ നിലവിൽ ഇപ്പോൾ അമ്പിളിയുടെ ഭാര്യ ഉൾപ്പെടെ ഈ സ്റ്റേഷനിൽ ഉണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ചിലപ്പോൾ അമ്പിളിയുടെ ഭാര്യയും ഇത്തരത്തിൽ സഹായം ഉൾപ്പെടെ ചെയ്തതിനാൽ കൂട്ടുപ്രതിയാവാനുള്ള സാധ്യതയും ഉണ്ട്. ശരി അഞ്ജു, എന്താണെങ്കിലും കളിക്കവിള കൊലപാതക കേസിൽ പ്രതി അമ്പിളിയെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഇയാളെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. അഞ്ജു, അതായത് വളരെ കൃത്യമായ ആസൂത്രണത്തോടെ നടപ്പാക്കിയ ഒരു പദ്ധതി, ദിവസങ്ങൾ നീണ്ട ആസൂത്രണം, അതിനുശേഷം തയ്യാറാക്കിയ ഒരു തിരക്കഥ കണക്കെ തയ്യാറാക്കിയ ഒരു കൊലപാതകം. ഈ പറഞ്ഞതുപോലെ തുടക്കത്തിലൊക്കെ ഈ മൊഴിമാറ്റി പോലീസ് പോലും ഇത് വളരെ സങ്കീർണമായ കേസെന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഏതാണ്ട് കാര്യങ്ങളൊക്കെ ക്ലിയറായി വരുന്നു, കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരുന്നു അല്ലേ? അങ്ങനെയാണ് ചെയ്തു. അതായത് ആദ്യഘട്ടത്തിൽ ഉൾപ്പെടെ ഈ ഇൻഷുറൻസിന് വേണ്ടി ഈ ദീപു തന്നെയാണ് കൊലപ്പെടുത്താൻ പറഞ്ഞതെന്നടക്കമുള്ള കാര്യങ്ങളായിരുന്നു പോലീസിന് മുന്നിൽ ഈ അമ്പിളി വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ അത് ആദ്യഘട്ടത്തിൽ പോലീസ് തള്ളിക്കളയുകയാണ് ചെയ്തത്. പിന്നീട് അത്തരത്തിൽ അതായത് ഇൻഷുറൻസ് കമ്പനി ഉൾപ്പെടെയുള്ള ആളുകളിൽ നിന്ന് ഇത്തരത്തിൽ വിവരങ്ങൾ നേരത്തെ ദീപുവിന്റെ ഭാര്യയെ ഉൾപ്പെടെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയ ഘട്ടത്തിൽ അങ്ങനെ പല കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇൻഷുറൻസിന് വേണ്ടിയല്ല ദീപു സ്വയം അത്തരത്തിലൊരു കൊലപാതകം നടത്തണമെന്ന് പറഞ്ഞതിന്റെ പേരിലല്ല ഇങ്ങനെ ഒരു കൊല നടന്നത് എന്നത് പോലീസിന് വെളിവാക്കുകയും ഇത് മോഷണത്തിന് വേണ്ടി ആ പണം തട്ടിയെടുക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ള ഒരു ക്രൂര കൊലപാതകമാണെന്ന് പോലീസ് മനസ്സിലാക്കുകയും ചെയ്തത്. തൊട്ടു പിന്നാലെ മൊഴി മാറ്റി പറയുന്നതിനിടയിലും പോലീസിന്റെ അന്വേഷണ സംഘം പുറത്ത് ആ തെളിവുകൾ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പരിശോധനകൾ തുടരുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ബ്ലേഡ് ഉൾപ്പെടെ ഈ കൊലപാതകം നടത്താൻ ഉപയോഗിച്ച ബ്ലേഡ് ഉൾപ്പെടെ പോലീസ് കണ്ടെത്തുന്നത്. ഈ ബ്ലേഡ് ഈ പ്രധാനമായും അമ്പിളി കൊല ചെയ്തതിന് ശേഷം തൻ്റെ വസ്ത്രം ഉൾപ്പെടെ പോകുന്ന വഴിയിലാണ് കത്തിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനിടയിൽ ഈ കൊലക്ക് ഉപയോഗിച്ച ഈ ബ്ലേഡ് അത് അമ്പിളിയുടെ മലയത്തെ വീട്ടിനടുത്തുള്ള തോട്ടിലാണ് ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് പോലീസ് രക്തക്കറയുള്ള ആ ബ്ലേഡ് കണ്ടെത്തുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ശേഷം ഇതുപോലെ നേരത്തെ ഈ സുനിൽ ഉൾപ്പെടെയുള്ള ആൾ രക്ഷിക്കാൻ എത്തുമെന്നായിരുന്നു അമ്പിളി പോലീസിനോട് മൊഴി നൽകിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ സുനിൽ രക്ഷിക്കാൻ എത്തിയില്ല, മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി പോകുകയാണ് ചെയ്തത്. അതിനുശേഷം പിന്നീട് സുനിലുമായി ബന്ധപ്പെടാൻ സാധിച്ചില്ല എന്നാണ് മൊഴി നൽകിയത്. അതുപ്രകാരം നിലവിൽ ഇപ്പോൾ സുനിൽ എവിടെയാണ് എന്നതിനെക്കുറിച്ച് സൂചനകളൊന്നും പോലീസിന് ലഭിച്ചിട്ടില്ല. അയാൾക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. പക്ഷേ ഈ സുനിൽ എത്താത്തതിനെ തുടർന്നാണ് ഈ ബസ്സിൽ ഉൾപ്പെടെ നാട്ടിലേക്ക് എത്തേണ്ട സ്ഥിതി ഇയാൾക്ക് അമ്പിളിക്ക് വന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഈ കൊലപാതകം നടത്തുന്ന സമയത്ത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന വസ്ത്രം അത് പോകുന്ന വഴിയിൽ ഈ അമ്പിളി കത്തിക്കുകയടക്കം ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കത്തിച്ചതിൽ അവശേഷിച്ച വസ്ത്രം അത് പോലീസ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ആ കണ്ടെത്തിയത് ഉൾപ്പെടെ പോലീസ് തെളിവായി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇങ്ങനെ മൊഴികൾ മാറ്റി പറഞ്ഞു, പണം അറിയില്ല എന്ന് പറഞ്ഞു, ഈ കുറ്റകൃത്യം ചെയ്യാൻ ദീപു തന്നെയാണ് ഇങ്ങനെ പറഞ്ഞത് എന്നടക്കം അങ്ങനെ പല കാര്യങ്ങൾ മൊഴിയിൽ പലതവണ വൈരുദ്ധ്യം വന്നു. ഇതൊക്കെ പോലീസിനെ ആദ്യഘട്ടത്തിൽ കുഴക്കിയിരുന്നു. പക്ഷേ അവസാനമാകുമ്പോഴേക്ക് കുറ്റകൃത്യത്തെക്കുറിച്ചുള്ള കൃത്യമായ സൂചന പോലീസിന് ലഭിക്കുകയും ആ ക്രൂരകൃത്യം എങ്ങനെ നടപ്പാക്കി എന്നതിനെക്കുറിച്ചുള്ള തെളിവുകൾ ഉൾപ്പെടെ കണ്ടെത്തി പോലീസ് നിരത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ
നിലവിൽ ഇപ്പോൾ പ്രതിയുമായി പോലീസ് കളിക്കാവിള സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ മെഡിക്കൽ എടുക്കാൻ വേണ്ടി പ്രതിയെ പുറത്തേക്ക് കൊണ്ടുപോകും. അതിനുശേഷം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുകയാണ് ചെയ്യുക. സേതു. ശരി അഞ്ജു, അങ്ങനെ കളിക്കാവിള കൊലപാതക കേസിൽ ദീപുവിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി അമ്പിളിയെ സ്റ്റേഷനിലേക്ക് എത്തിച്ചു. കളിക്കാവിള സ്റ്റേഷനിൽ അയാളെ എത്തിച്ചിട്ടുണ്ട്. ഇനി വൈദ്യപരിശോധനയ്ക്ക് ശേഷം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. കൃത്യമായ ആസൂത്രണത്തോടെ കരുതിക്കൊണ്ട് നടപ്പാക്കിയ ഒരു കൊലപാതകം. നേരത്തെ കൊലയ്ക്ക് ഉപയോഗിച്ച ആയുധമടക്കം പോലീസ് കണ്ടെത്തിയിരുന്നു. അമ്പിളി ഉപയോഗിച്ച കത്തി മലയത്തെ അമ്പിളിയുടെ വീടിന് സമീപത്തുള്ള ഒരു തോട്ടിൽ നിന്നാണ് ഈ ആയുധം പോലീസ് കണ്ടെത്തിയത്. ദീപുവിനെ കൊലപ്പെടുത്തുന്നതിന് മുൻപ് ക്ലോറോഫോം ഉപയോഗിച്ച് ബോധം കെടുത്തിയതായും വ്യക്തമാക്കിയിട്ടുണ്ട്. കയ്യിൽ ഗ്ലൗസ് ധരിച്ച പ്രതി കാറിന്റെ പിൻസീറ്റിലിരുന്നാണ് ഈ ക്രൂരകൃത്യം നടത്തിയത്. ഡ്രൈവിംഗ് സീറ്റിലായിരുന്ന ദീപുവിനെ സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ച് കഴുത്തിൽ മുറിവേൽപ്പിച്ച് കൊല്ലുകയായിരുന്നു. പാറശാല സ്വദേശി സുനിലാണ് ഈ സർജിക്കൽ ബ്ലേഡും ഗ്ലൗസും ഒക്കെ അമ്പിളിക്ക് നൽകിയത് എന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇയാൾക്കായുള്ള അന്വേഷണം തുടരുകയാണ്. ഇയാൾ ഇപ്പോൾ നിലവിൽ ഒളിവിലാണ് എന്നാണ് വിവരം. അങ്ങനെ പാറശാല കൊലപാതക കേസിൽ ദീപുവിന്റെ കൊലപാതക കേസിലെ പ്രതി അമ്പിളിയെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചു. അല്പസമയത്തിനകം തന്നെ വൈദ്യപരിശോധനയ്ക്കായി ഇയാളെ പുറത്തേക്ക് കൊണ്ടുപോകും. ശേഷം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും.